ഈ മരുന്ന് എന്ന് പറഞ്ഞിട്ട് അലോപ്പതി രീതിയിൽ ഓരോ രോഗിക്കും പ്രത്യേകമായിട്ടൊരു മരുന്ന് ഇരിപ്പില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പോലെ അല്ല. ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാണ്. എല്ലാ സയൻസും പറയുന്നുണ്ട്, മെഡിക്കൽ സയൻസും പറയുന്നുണ്ട്, സൈക്കോളജിക്കൽ അനാലിസിസും പറയുന്നുണ്ട്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ അല്ല. ഒരു മനുഷ്യന്റെ വികാര വിചാരാദികൾ, അവന്റെ ശരീരം, അവന്റെ മനസ്സ്, ഇതെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ മരുന്ന് എന്നത് വരുമ്പോ ഡോക്ടർമാർ അനേകമുണ്ട്, അനേകം രോഗങ്ങളുണ്ട്. മരുന്ന് എന്നുള്ളതാകട്ടെ മുൻകൂട്ടി തയ്യാറാക്കി അടുത്തുള്ള മരുന്ന് കടകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള മരുന്നല്ലാതെ. ഇവിടെയാണ് ഡോക്ടർ എന്ന നിസ്സഹായനെ നമ്മൾ തിരിച്ചറിയുന്നത്, കാണുന്നത്. അലോപ്പതി ഡോക്ടറെ പോലെ ഇത്രയ്ക്ക് നിസ്സഹായനായ ഒരു ജീവി ഈ ഭൂമുഖത്ത് വേറെയില്ല. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന രോഗിക്ക് എന്ത് രോഗമാണെങ്കിലും ആ ഏതോ മൾട്ടിനാഷണൽ മരുന്ന് കമ്പനി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള മരുന്ന് എഴുതി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഈ ഡോക്ടർക്ക് എന്ത് ചെയ്യാനറിയാം? എന്തറിയാം ഈ ഡോക്ടർക്ക്? ഒന്നും അറിഞ്ഞുകൂടാ. ഒരു ആയുർവേദ ഡോക്ടർക്കാണെങ്കിൽ രോഗിയെ തടകി ശരിയാക്കാൻ അറിയാം. നാളെ തുടങ്ങി മരുന്ന് കമ്പനികൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിക്കുകയും ഏതാനും മാസങ്ങൾ പണിമുടക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യും അലോപ്പതി ഡോക്ടർമാര്? ആശുപത്രിയും ക്ലിനിക്കും ഒക്കെ അടച്ചിട്ട് വല്ലയിടത്തും ടൂറ് പോകും. മരുന്ന് കമ്പനിയുടെ പണിമുടക്ക് കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് ബോർഡിടും. വേറെന്താ ചെയ്യാനുള്ളത്? ഏതെങ്കിലും മൾട്ടിനാഷണൽ മരുന്ന് കമ്പനി മരുന്നുണ്ടാക്കി അടുത്തുള്ള മരുന്ന് കടയിലും ആശുപത്രിയിലും എത്തിച്ചു കൊടുത്താൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൊപ്പിക്കൊത്ത വിധത്തില് വരുന്ന രോഗിയുടെ തലചെത്തി മിനുക്കുക എന്നുള്ളതല്ലാതെ, കാല് വെട്ടി ഷൂസിനൊപ്പം പാകമാകുന്ന രീതിയിൽ കാല് വെട്ടി മുറിക്കുക എന്നല്ലാതെ മറ്റെന്താണ് ഈ ഡോക്ടർക്ക് ചെയ്യാനാകുക? ഉണ്ട് സർജറി ചെയ്യുന്ന ചില ഡോക്ടർമാർക്ക്. പക്ഷെ അതിലെ പോലും ഇടപെടല് വളരെ പരിമിതമായ സ്കോപ്പാണ് എന്ന് തിരിച്ചറിയണം. ഓരോ സർജറിയും രോഗിക്ക് മാനസികമായ ഷോക്കും ആയുസ്സിന്റെ കുറവും വരുത്തുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അലോപ്പതി ഡോക്ടർക്ക് മനോധർമ്മം എന്നൊന്നില്ല.